ഇത് സംസാരിക്കണത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ്. എനിക്കതിനകത്ത് ഒരു പേടിയില്ല. വെച്ചിട്ട് പോടാ, വെച്ചിട്ട് പോ ഈ വെറുതെ നമ്മൾ വർത്തമാനം പറഞ്ഞത്. മല്ലു ഫാമിലിയിലെ സുജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സുജിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് സുജിൻ ചീത്ത വിളിക്കുന്നതായിട്ടാണ്. ഒരാളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ചീത്ത വിളിക്കുന്നതായിട്ടുള്ളൊരു വോയിസ് ആണ് ഇപ്പോൾ പുറത്ത് വന്നേക്കുന്നത്. പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ആ വോയിസ് പുറത്ത് വിട്ടതാണ്. ഈ സുജിനെ പറ്റിയിട്ട്, ഈ മല്ലു ഫാമിലിയെ പറ്റിയിട്ടും നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. സുജിൻ്റെ പല കാര്യങ്ങൾ എതിർത്തിട്ടുമുണ്ട്. ഒരുപാട് ചാനലും സുജിനെയൊക്കെ പറ്റിയിട്ടിരുന്ന് മോശമായിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ എന്താ പറയണ്ട, അവരുടെ ഫാമിലി വ്ളോഗാണ് അവർ. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എടുത്ത് വെച്ചിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ സുജിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് ആക്ച്വലി റിയാക്ട് ചെയ്യാനായിട്ട് തോന്നിയത്. എന്തായി കഴിഞ്ഞാലും സുജിൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ തെറി വിളിച്ചതെന്നും എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ നെപ്പിക്ക് ഈ വീഡിയോ ആൾ കാണണമെങ്കിൽ അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് പൊന്നു മോളെ അല്ലെങ്കിൽ മോനെ എവിടെ എത്തില്ല. കണ്ടോ, ഹലോ സുജിൻ ചേട്ടാ, ബിഗ് ഫാനാണ്, ഏട്ടാ ഏട്ടാ ഏട്ടാ. പിന്നെ അതൊക്കെ കുറെ കരയണ സിമ്പിളുകൾ കിട്ടുന്നുണ്ട്. നേരെ കാണിച്ചാൽ ഒരു മിനിറ്റ് അവിടെ പനി ഫോൺ ഒന്ന് പിടിച്ചാൽ എന്നൊന്ന് പിടിച്ചാൽ ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ നേരെ കാണിച്ചത് ക്ലിയർ ആവണില്ല ഗൈസ്. ശ്രദ്ധിച്ചോട്ടോ, അഞ്ച് ഫോൺ ഇറങ്ങി കേട്ടോ. കണ്ടോ സുജിൻ ചേട്ടാ, കണ്ടോ അതൊന്ന് റിപ്ലൈ തരുമോ ഏട്ടാ, പ്ലീസ്. കണ്ടോ, ഞാൻ നിങ്ങളുടെ പണ്ട് തൊട്ടേ നിങ്ങളെ വീഡിയോ പണ്ട് തൊട്ടേ കാണുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പൊന്നൂസിനെയും കിടുവിനെയും യുവമോളെന്ന് ഉദ്ദേശിച്ചത്. ഇത് യുവമോളെയും വത്സല അമ്മയും കുഞ്ചൂസിനെയും എല്ലാവരെയും എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരങ്ങനെ നിങ്ങളുടെ വീഡിയോ പണ്ടിട്ട് കാണാം. അപ്പം ഞാൻ ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ കാണാലോ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടാ റിപ്ലൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞ മറ്റേ വിഷമത്തിന്റെ സിമ്പിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ വീട് എവിടെ ചോദിച്ചതിന് എൻ്റെ വീട് മലപ്പുറമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും പറയാം, ഇപ്പോൾ ഈ ഫേക്ക് ഐ ഡിക്കകത്ത് വന്നിട്ട് ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ തലയും വാലും ഇല്ലാതെ വന്ന ഒരു ഐ ഡിക്കകത്ത് വന്നിരുന്നിട്ട് നമ്മളുടെ അടുത്ത് ആദ്യമേ ഭയങ്കര കമ്പനിയായിട്ട് മെസ്സേജ് അയക്കും. പിന്നെ അത് ഭയങ്കര വേറെ രീതിയിലോട്ട് പോകും. ഇതും അതേപോലെ ആയിരുന്നു. ഇത് ഭയങ്കര ഫാനാണെന്നും പറഞ്ഞു വന്നു. പിന്നെ അവസാനം അത് പൈസ ചോദിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അതിനാണ് സുജിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു ചീത്തവിളി നടന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ സുജിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമായിട്ടുള്ളത്. ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം നമ്മുടെയൊക്കെ സ്വന്തം ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് പോയിട്ട് കമൻ്റ് ഇടും. അതിന് എന്ത് പറയണ്ട, എന്നിട്ട് കുറേ ആൾക്കാർ നമ്മുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ചിട്ട് നമ്മുടെ സ്വന്തം പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ട് ആയിരിക്കും അങ്ങനെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവർക്ക് പോയി മെസ്സേജ് അയച്ചിട്ട് പൈസ കടം ചോദിക്കും. ഇത് മെയിനായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് മിക്കയിടത്തും നടക്കുന്നുണ്ട് ഈ ഒരു സാധനം. പ്രത്യേകിച്ച് ഈ ആണുങ്ങളാണ് ഈ ചെയ്യുന്നത്. ഈ ആണുങ്ങൾ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോയും എടുത്തിട്ടിട്ട് പെൺപിള്ളേരുടെ പേരിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഒരു ഐ ഡിക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ശ്രീകുട്ടി എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുടെ കണ്ടു നോക്കാം. അപ്പം ഞാൻ ഓക്കെ എന്തായാലും ഒരു ദിവസം മീറ്റ് ആക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ലവ് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അത് ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അത് അവരിങ്ങനെ കുറച്ച് ഇങ്ങനെ എഴുതി ഞാൻ വായിച്ചത് നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചുതരാം. എനിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ വീട്ടുജോലിക്ക് പോയാണ് എന്നെ നോക്കുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ. ഞങ്ങൾക്ക് ചെറിയൊരു ഫോൺ അടവിന് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോകാത്തതുകൊണ്ട് ഇപ്പോൾ അടവടയ്ക്കാൻ പറ്റുന്നില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും പൈസയില്ല. ഞാൻ +1 പഠിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ അത് അവർക്ക് തെറ്റിനാണ് അറിയുന്നില്ല. ഓക്കെ, ഏട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അച്ഛനില്ലെന്ന് പറഞ്ഞു. ഞാൻ +1 പഠിക്കുന്നത്. എൻ്റെ അമ്മ വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം പോകുന്നില്ല. പിന്നെ ഞങ്ങൾ EMIക്ക് ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ EMI അടയ്ക്കാനാണെന്നും പറഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്തത്. അപ്പം സുജിൻ അത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് കണക്ക് വീട്ടു ജോലിയുടെ കാര്യമൊന്നും പറയണ്ട, എനിക്ക് ഈ സ്ട്രഗ്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മര്യാദയോടെ റിപ്ലൈ കൊടുക്കുകയും അപ്പം സ്വന്തമായിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞു. എന്താണ് ഏത് ബാങ്കാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞപ്പം അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റി ഇത് ശരിക്കും ഉടായിപ്പാണ് എന്ന്. കാര്യം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ പറ്റത്തില്ല, എനിക്ക് പേഴ്സണലി പൈസ അയച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതിനകത്ത് തന്നെ വ്യക്തമാണ്. അതിൽ ബാക്കിയോടെ കണ്ടുപോകാം. ഓക്കെ, അപ്പം ഞാനൊരു 41 സെക്കൻഡിൻ്റെ വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ശ്രദ്ധിച്ചോളൂ.
അയ്യോ ഓക്കെ ഓക്കെ. ഞാൻ അത്ര വലിയ ദാനശീലനാണോന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്നാലെ കഴിയുന്ന പോലെ ചെയ്യാം. ഫുള്ള് ഡീറ്റെയിൽസ് അയക്കിട്ടോ. എത്ര രൂപയുടെ ഫോൺ എടുത്തിട്ടുണ്ട്, എത്ര അടവടച്ചു, എങ്ങനെ ലോൺ പറഞ്ഞാൽ എങ്ങനെ എടുത്തിട്ടാണ്, മറ്റേ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണോ മറ്റേ ഐഡിയ അപ്പേക്ക് കോൾ വന്നു. ഇതാണോ ഇതാ ഒന്ന് കേട്ടോ, നേരെ എത്തിച്ചോ. അതുപോലെ തന്നെ ബജാജിന്റെ EMI ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഫുള്ള് ക്ലിയറാക്കി തരാം എന്നുള്ളതല്ല, എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അമ്മ വീട്ടു ജോലിക്ക് പോകണം, അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. എല്ലാവരും ഓക്കെ. മറ്റേ ഫുള്ള് ഡീറ്റെയിൽസ് ആക്കി ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ആക്കാം കേട്ടോ. എത്ര രൂപയൊന്നും എനിക്കറിയില്ല, എന്തായാലും ക്ലിയർ ആക്കി ഫുൾ ഡീറ്റെയിൽസ് ആക്കി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ക്ലിയർ ആക്കാം. ഓക്കെ കേട്ടല്ലോ. ഇതില് ഇപ്പൊ നമുക്ക് ആര് മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ എന്തൊരു ഹെൽപ്പ് വേണ്ടിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഡീറ്റെയിൽസ് വേണം. നമ്മൾ അവർക്ക് പൈസ കൊടുക്കില്ല, നിങ്ങളെ ഹോസ്പിറ്റൽ ബില്ല് അടക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നത് ലക്ഷങ്ങൾ എടുത്ത് കൊടുക്കുന്നല്ല, എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ എനിക്കണ്ട, ഞാൻ വോയിസ് അയച്ചതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചത്, ഏട്ടൻ എനിക്ക് ക്യാഷ് അയച്ച് തന്നാൽ മതി, ഞാൻ അടച്ചോളാം. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു മര്യാദ. നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ചാരിറ്റിയോ കാര്യങ്ങളായിട്ട് നിങ്ങളത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ആ ഒരു സംഭവം സത്യമാണോ എന്ന് നിങ്ങൾ ആദ്യമേ അന്വേഷിക്കാതെ കാശ് അയച്ചു കൊടുക്കരുത്. അത് മാത്രമല്ല, നമ്മൾ ആ കാശ് അയച്ചു കൊടുക്കുന്നത് അവരുടെ കയ്യിലൂടെ തന്നെയാണോ കിട്ടുന്നത്, ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ടേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരുപാട് സ്കാം ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ പൈസ പോയിട്ടുമുണ്ട്. ഇങ്ങനെ ഈ ഉടായ്പ പറഞ്ഞിട്ട് ഈ കാശ് ഇത്രയോ ആൾക്കാരുടെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നറിയോ. കണ്ടോ, എന്തുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽസ് അയച്ചൂടാ? അവർ എവിടെയാണ് ലോൺ എടുത്തത് ആ ഡീറ്റെയിൽസ് എനിക്ക് തന്നെ. ഇപ്പം എനിക്ക് അത്യാവശ്യത്തിന് ബജാജ് ഫൈനാൻസിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെ പരിചയമുണ്ട്. ഇപ്പോൾ IDFC ആണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ പരിചയം, കോൺടാക്ട് നമുക്ക്. അപ്പോൾ ഞാനത് ചോദിച്ചു, അപ്പോൾ അവരെനിക്ക് തന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഡീറ്റെയിൽസ് അയക്കി ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചതാണ്, നിങ്ങളൊക്കെ ഇത്രയും വളരാൻ കാരണം ഞങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം. അപ്പൊ ഞാൻ അതിൻ്റെ അടിയിൽ പറഞ്ഞു, ഞാൻ മോളെ അല്ലെങ്കിൽ മോനെ വെറുതെ കിട്ടുന്നതല്ല ക്യാഷ്, ഞാൻ വീഡിയോസ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത്, ഫേക്ക് ആണില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ചെയ്തു. കണ്ടോ, നിങ്ങളൊക്കെ വളരാൻ കാരണം നമ്മളാണെന്ന്. ഇപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ഡയലോഗാണ്. ഇപ്പം മെയിനായിട്ട് പറയുന്നതാണ്, നീയൊക്കെ കാശുണ്ടാക്കുന്നു, നിനക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടുന്നു എന്നൊക്കെയാണ് കുറേ ആൾക്കാരുടെയൊക്കെ ഒരു ചിന്താഗതി. അതിനകത്തിപ്പം എടുത്തു പറഞ്ഞു കണ്ടില്ല, ഞങ്ങൾ കാരണമാണ് നിങ്ങളൊക്കെ വളരാൻ കാരണമെന്ന്. എന്തൊരു വിഡിത്തമാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നതും വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഇടുക എന്നൊക്കെ അതിൻ്റെ കഷ്ടപ്പാടുകളുണ്ട്. അത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു വീഡിയോസ് ഇടുകയും അത് ആൾക്കാർ ഇഷ്ടപ്പെടുകയും എന്നിട്ടാണ്. ജനങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും പറ്റത്തില്ല, അത് സത്യമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇടുന്ന എഫേർട്ടുകൾ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം പോലും ആരും മനസ്സിലാക്കുന്നില്ല, അത് വേറൊരു സത്യം. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് സുജിൻ അതിനെ പറ്റിയിട്ട് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. സുജിൻ അതിനകത്ത് തന്നെ വ്യക്തമായി ഇതൊരു ഫേക്ക് ഐഡി ആണ് എന്ന്. പോയി തരത്തിൽ കളിക്കണം മോനെന്നും പറഞ്ഞു. ഞാൻ എനിക്ക് ദേഷ്യമെന്ന് പറഞ്ഞാണ്, കാരണം അത് ഫേക്കാണ്. കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മെസ്സേജ് അയക്കണമൊക്കെ എന്താ അറിയോ, ചില ആൾക്കാർക്കൊന്നും Instagram അക്കൗണ്ട് ഇല്ല. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് വന്നപ്പോൾ പോലും കൂടി ഞാൻ അയക്ക് മെസ്സേജ്, അത് ഞാൻ അവസാനം പറയാട്ടോ. അപ്പം ഞാനൊരു വോയിസ് അയച്ചു. ഇതാ, എൻ്റെ മോളെ അല്ലെങ്കിൽ മോനെ, ഇപ്പൊ അത് മോനാണെന്ന് എനിക്ക് തോന്നുന്നത്, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കണം. ഇപ്പൊ ഞാൻ പറയില്ല, ഞാൻ 3-4 വർഷമായിട്ട് യൂട്യൂബായിട്ട് മുന്നിക്കുന്ന ഒരാളാണ്. എൻ്റെ ഓരോ ഇതും എൻ്റെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബ് ആൾക്കാർ, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ വിജയം. അതല്ലാന്ന് ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ ഫേക്ക് ഇത് ശരിക്കും സത്യം എനിക്ക് പണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ചാൽ മതി. എന്നാലും കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു നിങ്ങൾക്ക്. നിങ്ങളെ ഫോണിന്റെ 2 അടവോ 3 അടവോ 4 അടവോ ഇത്ര എനിക്കറിയില്ല, അത് പറഞ്ഞാൽ ഞാൻ അതുപോലെ നിങ്ങൾക്ക് അയച്ചു തരില്ലേ? ഡീറ്റെയിൽസ് അയച്ചതൂടെ? അയച്ചു തരില്ല നിങ്ങൾ പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഫേക്കാണ് നിങ്ങൾ. എന്തിനാ ഇപ്പം എന്തറിയോ, ഇതേപോലെ ഒറിജിനലായിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് പോലും കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളല്ല ഞാൻ. എവിടുന്ന് കയറി വരണമെന്ന് നിങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പറയിപ്പിക്കും. വഴി കയ്യ വിട്ടിട്ട് പോടോ ഫേക്ക്. ഞാൻ വെറുതെ നമുക്ക് തെറി പറയാൻ അറിയാണ്ടല്ല. അങ്ങനെയാണ് ഞാൻ വോയിസ് അയച്ചത്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് അയച്ച മെസ്സേജാണ്, പോടാ. ഇതാണ് കണ്ടോ, ഇത് വായിച്ചോട്ടെ നിങ്ങൾ. നിങ്ങൾ വായിച്ചു കണ്ടോ, അത് നിങ്ങൾ തന്നെ വായിച്ചോ, ഞാൻ വായിക്കണില്ല. കണ്ടോ, ഇതാണ് അവരയച്ച മെസ്സേജ്. കണ്ടോ, ബോലോഗ് ഉടായിപ്പാണ് എന്നെനിക്കറിയാം, നീ എന്നോട് തരത്തിൽ പോയി കളിക്കാൻ പറയാൻ നീ ആരാണ്? ആദ്യം നീ പോയി നിന്റെ തന്തയെ കൂട്ടിക്കൊണ്ടുപോവാ. ഇതാണ് ഓരോരുത്തന്മാരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം. പൈസ കൊടുക്കില്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് ടോൺ മാറ്റിയിട്ട് ചീത്ത വിളിക്കുക, നീ പണ്ടേ ഉടായിപ്പാണെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട്. ഇതുപോലുള്ള നാറികളെ ഒന്നും ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നിൽക്കരുത്. ഇപ്പം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അത് നേരെ സുജിൻ്റെ മണ്ടയിലോട്ടാക്കിയിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്യുവാണ്. ഒരുപാട് ആൾക്കാർ ഈ സുജിനെ പറ്റിയിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ മല്ലു ഫാമിലിയെ പറ്റി. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുക, കുറ്റം മാത്രം എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല.
നിങ്ങൾ സുജിൻ്റെ ഭാഗത്ത് ഈ ഒരു വിഷയമൊക്കെ വളരെ ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സുജിൻ്റെ തെറിവിളിയുണ്ട്, അവനെ വിളിച്ചിട്ട് അവന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. എടാ മലരെ, ഇത്ര നേരം ഞാൻ നിന്നോട് നല്ല രീതിക്കാണ് സംസാരിച്ചത് കേട്ടോ. വെറുതെ ഇപ്പോൾ നീ കാണിക്കുന്നതുണ്ടോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് നീ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണ്. എനിക്കതിനകത്ത് ഒരു പേടിയില്ല. വെച്ചിട്ട് പോടാ, വെച്ചിട്ട് പോ. ഈ വെറുതെ നമ്മൾ വർത്തമാനം പറഞ്ഞത് മുന്നിക്ക് പോകും. നിങ്ങൾക്ക് അത്ര ഉണ്ടെങ്കിൽ നീ ചെറുപ്പശ്ശേരിക്ക് പോവാ. ചെറുപ്പശ്ശേരി വന്നിട്ട് മഞ്ചക്കല്ല് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കും. ഞാൻ നേരെ മഞ്ചക്കല്ലിക്ക് വന്നി, അവിടെ ഉണ്ട് ഞാൻ. അത്ര വലിയ ചങ്കുറപ്പുള്ള തന്തയ്ക്കത് ഉണ്ടായതാണെങ്കിൽ ഈ നേരിട്ട് വന്നിട്ട് വിളിക്ക്. അല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ എന്തൊക്കെ ആർക്കും പറ്റും കേട്ടാ. ഇതായിരുന്നു കൊടുത്ത മറുപടി. ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നിനക്ക് ചീത്ത വിളിക്കണമെങ്കിലോ പറയാനോ വല്ലതും ഉണ്ടെങ്കിൽ നീ നേരിട്ട് വാ, നമുക്ക് തീർക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അത് തന്നെ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിനകത്ത് സുജിൻ്റെ ഭാഗത്ത് തന്നെ ന്യായമുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഈ മെയിനായിട്ട് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും, ഇവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നേരിട്ട് കാണാം. ഒരുപാട് പേർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പം പകുതി ആൾക്കാർ ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ വിടും. ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നവരോട് മാത്രം കഴിവ് സംസാരിക്കാൻ നോക്കുക. ഫേക്ക് ഐ ഡിയിലുള്ളവന്മാരുമായിട്ടൊക്കെ കഴിവ് എൻ്റർടൈൻ ചെയ്യിക്കാതിരിക്കുക അവന്മാരെ ഒന്നും. അത് മാത്രമല്ല, പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ അവരുടെ അഡ്രസ്സും അവരുടെ ഡീറ്റെയിൽസും അവരങ്ങനൊരു ആളുണ്ടോ എന്ന് ജെന്യൂനിറ്റി വരുത്തിയതിന് ശേഷമേ നിങ്ങൾ പൈസ അയക്കാവൂ. ആ ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവസാനം നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഒരു മണ്ടനായി പോകേണ്ട അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.